ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ +2 സോഷ്യോളജിയുടെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ റിവിഷനാണ്. അതിൽ 7ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ റിവിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും കൂടിയാണ് ഡിസ്കസ് ചെയ്യണത്. ഇത് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സജഷൻ ഫോർ പ്രൊജക്റ്റ് വർക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിസർച്ച്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ റിസർച്ച്. അപ്പോൾ എന്താണ് സാമൂഹ്യ ഗവേഷണം? റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു അന്വേഷണമാണ്. റിസർച്ച് ഈസ് എ സെർച്ച്, അതായത് ഒരു അന്വേഷണം, അതായത് ഉള്ള ഒരു വസ്തുതയെ അല്ലെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ കൂടുതൽ അറിവുകൾ അതിൽ ചേർത്ത് ശാസ്ത്രീയമായി പഠിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു സംഭവത്തെയാണ് നമുക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കുക. ഇല്ലാത്തൊരു വസ്തുവയെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന് ഇൻവെൻഷൻ എന്നും ഡിസ്കവറി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഉള്ള ഒരു കാര്യത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലവിലുള്ള ഒരു പ്രശ്നത്തെ ഗാഢമായി അല്ലെങ്കിൽ അതിനെ ശാസ്ത്രീയമായി പഠിക്കുന്നതിനെയാണ് ഗവേഷണമെന്ന് വിളിക്കുന്നത്. ത്രൂ റിസർച്ച് ദ ബൗണ്ടറീസ് ഓഫ് നോളേജ് ആൻഡ് എക്സ്പാൻഡഡ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അതിരുകൾ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് എന്താണ്? പുതിയ വസ്തുതകളെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് റിസർച്ച്. അപ്പോൾ റിസർച്ച് ഈസ് ആൻ അറ്റംപ്റ്റ് ടു നോ ന്യൂ ഫാക്ട്, ഇൻഫോർമേഷൻ എക്സെട്ര ഇൻ എ സയൻറ്റിഫിക് മാനർ. ആരെങ്കിലും പറഞ്ഞ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് അതിൻ്റെ ആ ഒരു കൺക്ലൂഷനാണ് നമ്മൾ റിസർച്ചായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ പുതിയ വിവരങ്ങൾ, വസ്തുതകൾ എന്നിവയെ പഠിക്കുന്നതാണ് ഗവേഷണം. അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വസ്തുതകളെ കണ്ടെത്തുന്നത്. ഇനി അതിനൊരു നിർവചനവും കൂടി കൊടുക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു വാലസ് ആൻഡ് വാലസ്, സോഷ്യോളജിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്ട്രക്ചറൽ ഒബ്സർവേഷനാണ്. എന്തിൻ്റെ? സാമൂഹ്യ പെരുമാറ്റത്തിൻ്റെ. അപ്പോൾ എങ്ങനെ കൂട്ടി പറയും? സോഷ്യൽ റിസർച്ച് റെഫേഴ്സ് ടു ദ സ്ട്രക്ചറൽ ഒബ്സർവേഷൻ ഓഫ് സോഷ്യൽ ബിഹേവിയർ. അതിനെയാണ് സോഷ്യൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സാമൂഹ്യ പെരുമാറ്റം അതെന്തോ ആയിക്കോട്ടെ, ഒരു കുടുംബമായിക്കോട്ടെ, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അവരുടെ ചില കൾച്ചറൽ എലമെൻറ്റ്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഘടനാപരമായ നിരീക്ഷണമാണ് സാമൂഹ്യ ഗവേഷണം. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ടു കളക്ട് ഡാറ്റ. അപ്പം നമ്മൾക്ക് ഡാറ്റ, വിവരങ്ങൾ ശേഖരിക്കണമല്ലോ. നമ്മളൊരു കാര്യങ്ങൾ അറിയണമെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻ വേണം. അതാരോട് ചോദിക്കും? അത് ആ ഒരു നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട, നമ്മൾ ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഗ്രൂപ്പിനോട് നമ്മൾ ചോദിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പല രീതികളാണ് ഉപയോഗിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് ടു കളക്ട് സോഷ്യൽ ഡാറ്റ. ഇനി വൺസ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഗവേഷണത്തിനൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ഈ ടോപ്പിക്കിൽ നിന്ന് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങളുണ്ടാക്കി ആ ചോദ്യങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മറ്റുള്ളവരോട് ചോദിക്കേണ്ടത്? അത് ഇൻ്റർവ്യൂയിലൂടെയാണോ, അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ പോയി ഒബ്സർവേഷനിലൂടെ കാണുക. ഇനി കേസ് സ്റ്റഡി ആണെങ്കിൽ കേസ് സ്റ്റഡി നമുക്കത് ഇതിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിൽ നമുക്കിവിടെ സർവേ ആണ് വേണ്ടത്. അപ്പോൾ വൺസ് ദ പ്രോബ്ലം ഈസ് സെലക്റ്റഡ്, ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസൈഡിങ് ദ റിസർച്ച് മെത്തേഡ്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒരു ഗവേഷണത്തിൻ്റെ രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ റിസർച്ച് ഈസ് ദ ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ ഇറ്റ്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് തിരഞ്ഞെടുത്താൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ ശേഖരിക്കാൻ പറ്റിയ യോജിച്ച ഗവേഷണ രീതി തിരഞ്ഞെടുക്കണം. പലപ്പോഴും അവിടെ ഒരു തെറ്റായ രീതി തിരഞ്ഞെടുത്താൽ നമുക്ക് ഡാറ്റ ശേഖരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് ആളുകൾ പറയാൻ മടിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ പലപ്പോഴും നേരിട്ട് നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ആളുകൾ മറുപടി പറയില്ല, സത്യസന്ധമായ മറുപടി പറയില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ആ ചോദ്യത്തെ ഒരു ഉഴപ്പിക്കളയും. അപ്പോൾ നമ്മളൊരു സർവേ ആണ് നടത്തുന്നതെങ്കിൽ ആളുകളെ നേരിട്ട് അഭിമുഖീകരിക്കുന്നില്ല. അതിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റിനെയർ ഫില്ല് ചെയ്തിട്ട്
ക്വസ്റ്റനെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ചോദ്യങ്ങൾ അത് ഫില്ല് ചെയ്തിട്ട് അതെവിടെയെങ്കിലും നിക്ഷേപിക്കാൻ, ഒരു ബോക്സിൽ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യും. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെത്തേഡ് ഏതാണ് എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് നമുക്ക് ഡാറ്റ ശേഖരിക്കാൻ. അപ്പോൾ ഒരു പ്രശ്നത്തിന് ഉത്തരം തേടിക്കൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയാണ് നമ്മൾ പലപ്പോഴും പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ കളക്ഷനിൽ, പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ശേഖരിക്കുന്നത് നമ്മളാണ്, ആ ഡാറ്റകൾ ആദ്യമായിട്ട് ശേഖരിക്കുന്നത്. സെക്കൻഡറി ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് റെഫർ ചെയ്ത് എഴുതുന്നതാണ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിയാണ് ഒരു റിസർച്ചിന് ഡാറ്റ ശേഖരിക്കുന്നത്. വെൻ ചൂസിങ് എ റിസർച്ച് മെത്തേഡ് സം ഫാക്ടേഴ്സ് നീഡ് സ്പെഷ്യൽ കൺസിഡറേഷൻ. അപ്പോൾ നമ്മളൊരു ഡാറ്റ മെത്തേഡ് സ്വീകരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ടെക്നിക്കൽ ക്രൈറ്റീരിയ. ടെക്നിക്കൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മീൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ സ്റ്റൈൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആളുകൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ നമ്മൾ അതിനെടുക്കുന്ന രീതി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതിന് നമുക്ക് ഇൻ്റർവ്യൂ എടുത്താൽ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ സർവേ മെത്തേഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളായിരിക്കണം, നമ്മൾ ഒബ്സർവേഷനോ ഒക്കെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തത് പ്രാക്ടിക്കൽ കൺസിഡറേഷൻ, അതായത് നമ്മൾ ഒരു പ്രായോഗിക പരിഗണന നടത്തണം. നമുക്ക് റിസർച്ചിന് ലഭിച്ചിരിക്കുന്ന സമയപരിമിതി, അതുപോലെ ഒരു പ്രദേശത്തിൻ്റെ സാഹചര്യം, അതനുസരിച്ചിട്ടൊക്കെ വേണം ചോദ്യമായിട്ട് ജനങ്ങളിലേക്ക് പോകാൻ. അവരുടെ സെൻറ്റിമെൻറ്റ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യമൊക്കെ ചോദിക്കാൻ പാടുള്ളതല്ല ചില സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ നമുക്ക് ഡാറ്റ ശേഖരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രായോഗിക പരിഗണന, നമുക്ക് ടൈം, രേഖകളുടെയും വസ്തുതകളുടെയും ലഭ്യത, ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥലത്തിലെ സാഹചര്യങ്ങൾ, വളരെ റിലീജിയസ് ആയ സ്ഥലത്തൊക്കെ മതപരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. In research, the researcher use multiple methods to collect data. ഇപ്പോൾ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ മെത്തേഡും കൊണ്ട് പോയാൽ നമുക്ക് പൂർണ്ണമായി ഡാറ്റ കിട്ടണം എന്നില്ല. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ ആളുകളോട് ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം പരിസരവും കാര്യങ്ങളും അവരുടെ ജീവിത രീതികളും മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക കൂടെ ചെയ്യുന്നത് ആവശ്യമാണ് കറക്റ്റ് ഡാറ്റ കിട്ടാൻ, വിവരങ്ങൾ കിട്ടാൻ. അതേപോലെ നമുക്ക് കുറേ ആളുകളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ നമുക്ക് സർവേ മെത്തേഡും അതോടൊപ്പം ഉപയോഗിക്കാം. ഇങ്ങനെ പല മെത്തേഡുകൾ ഒരു റിസർച്ചിൽ ഉപയോഗിക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാട്ട് ഈസ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച് എന്ന് ചോദിക്കാറുണ്ട് സാധാരണ. അപ്പോൾ പല ഗവേഷണ രീതികൾ ഉപയോഗിച്ചിട്ട് ഡാറ്റകൾ ശേഖരിക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ രീതികളെന്ന് വിളിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ റിസർച്ച് പ്ലാൻ ആൻഡ് ഡിസൈൻ ദർ ആർ സെവറൽ വേസ് ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ്. അപ്പോൾ ഒരു റിസർച്ചിൻ്റെ പ്ലാൻ അനുസരിച്ചും ഡിസൈൻ അനുസരിച്ചുമാണ് ഏതൊക്കെ രീതിയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ദർ ആർ ഡിഫറെൻറ്റ് റിസർച്ച് മെത്തേഡ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ മൾട്ടിപ്പിൾ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ ഇൻ്റർവ്യൂവും ഒബ്സർവേഷനും സർവേയും ഒന്നിച്ചാണ്. അപ്പോൾ ഗവേഷണ രീതിയിൽ ഇൻ്റർവ്യൂ, നിരീക്ഷണം, സർവേ എന്നിങ്ങനെ ചേർത്തിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ രീതി ഉപയോഗിക്കുന്നത്. Sometimes it is not possible that the answer to the research problem may not be found by the following just one method. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ മാത്രമായിട്ട് പോയാൽ ആളുകൾ പലപ്പോഴും വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് വരാം. അതുകൊണ്ട് ഒരു മെത്തേഡ് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിരീക്ഷണം മാത്രമായാലോ? അപ്പോഴും ചിലതിനൊന്നും നമുക്ക് മനസ്സിലാകില്ല അവരെന്താണ് ചെയ്യുന്നതെന്നും. മാറി നിന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ അവരോട് ചോദിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതും സാധിക്കില്ല. അപ്പം ഇനി നിരീക്ഷണവും ഇൻ്റർവ്യൂ മാത്രമായിട്ടിരുന്നാലും പറ്റത്തില്ല. കാരണം അതൊരു ചെറിയൊരു വിഭാഗത്തിൻ്റെ രീതികളാണെങ്കിലോ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ സർവേയും കൂടി ആവശ്യമുണ്ട്. ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെ നമുക്കിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനോ ഒബ്സർവ് ചെയ്യാനോ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു സർവേ മെത്തേഡും കൂടി അവിടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിലൊരു ഡാറ്റ കിട്ടണമെങ്കിൽ നമ്മൾ ഈ 3
രീതികളും ഉപയോഗിക്കണം. ഈ 3 രീതികൾ ഉപയോഗിക്കുന്നതിന് നമ്മളൊരു മറ്റൊരു പേരും കൂടി പറയും, ട്രയാങ്കുലേഷൻ. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് +1 പഠിക്കാനുണ്ട്, വാട്ട് ഈസ് ട്രയാങ്കുലേഷൻ എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് +2 നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ യൂസിങ് മൾട്ടിപ്പിൾ മെത്തേഡ് ഇൻ ഡാറ്റ കളക്ഷൻ എസ്പെഷ്യലി ഇതൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ മെത്തേഡ്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ ആൻഡ് സർവേ മെത്തേഡ്. ഇൻ ദാറ്റ് കേസ് ദ റിസർച്ചർ മേ ഹാവ് ടു യൂസ് മോർ ദാൻ വൺ റിസർച്ച് മെത്തേഡ്. ഒന്നിനേക്കാൾ കൂടുതൽ റിസർച്ച് മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് മൾട്ടിപ്പിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ 3 മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് നോൺ ആസ് മൾട്ടിപ്പിൾ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഓർ ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഇനി ഇതിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ മെത്തേഡിൽ ഏതൊക്കെ മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ 3 കോമൺ മെത്തേഡ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ? ഏതാണ് 3 മൾട്ടിപ്പിൾ രീതികൾ? ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന 3 എണ്ണമാണ് ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻ ആൻഡ് സർവേ മെത്തേഡ്. അപ്പോൾ മൾട്ടിപ്പിൾ രീതിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന 3 രീതികളാണ് അഭിമുഖങ്ങൾ, നിരീക്ഷണം, സർവേ രീതികൾ. ഇത് ഉദാഹരണ സഹിതം വിശദമാക്കാൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉദാഹരണ സഹിതം തന്നെ വിശദമാക്കിക്കോളൂ. അപ്പോഴേക്കും നമ്മുടെ ആൻസറിന് നല്ല ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് ടു കമ്പയർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കൂൾ, ദാറ്റ് ഈസ് ബോയ്സ് സ്കൂൾ, ഗേൾസ് സ്കൂൾ ആൻഡ് കോ എഡ്യൂക്കേഷൻ സ്കൂൾ. ഇപ്പോൾ നമ്മുടെ ടോപ്പിക്ക് കോ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. കോ എഡ്യൂക്കേഷൻ എന്ന് പറയാലോ, മിക്സഡ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു പഠിക്കുന്നതിനെ കുറിച്ച് എന്താണ് ഒരു റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പം നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളുകളെ മാത്രം തിരഞ്ഞെടുത്താൽ പറ്റില്ല. ബോയ്സ് സ്കൂൾ തിരഞ്ഞെടുക്കണം. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ആക്ടിവിറ്റീസ് എന്താണ്, അവരുടെ മെൻറ്റാലിറ്റി എന്താണ്, അതുപോലെ അവരുടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അതുപോലെ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്നവരുടെ ആക്ടിവിറ്റീസും അവരുടെ ബിഹേവിയറും അവരുടെ മെൻറ്റാലിറ്റിയും പിന്നെ അതുപോലെ തന്നെ അവരുടെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ സ്കൂളിലെയും എടുക്കണം. അപ്പോൾ ഈ 3 സ്കൂളുകളിലും പോയി ഇൻ്റർവ്യൂ എടുക്കണം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോൾ സഹവിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഇൻ്റർവ്യൂ തന്നെയാണ്. നമ്മളവിടെ ചെല്ലുക, അവിടെ കുറച്ച് കുട്ടികളോട് നമ്മൾ കൂടെ ഇരുന്ന് അവരോട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, അവരിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്താണ് ഹാപ്പിയാണോ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടു പ്രിഫർ ദ ഇൻ്റർവ്യൂ മെത്തേഡ് ഫസ്റ്റ്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്ക് അവർ പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവരന്ന് ആ ഒരു സന്തോഷം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞതാണെങ്കിൽ അവർ ഒളിച്ചു വെക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക, അവരിലൊരാളായിട്ട് കുറച്ച് നാൾ അവരുടെ കൂടെ നടക്കുക. അതിലൂടെ പിന്നെ അതിന് ശേഷം ഇത് 1-2 കുട്ടികളുടെ അഭിപ്രായമാണോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പിനെയല്ലേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്കൂളിലെ ഒരു മെജോറിറ്റി ഭാഗം വരുന്ന രീതിയിൽ ഒരു സർവേ മെത്തേഡും കൂടി യൂസ് ചെയ്താലേ നമ്മൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് യൂസ് ഇൻ്റർവ്യൂസ് ബൈ കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ് ഡിഫറെൻറ്റ് സ്കൂൾ യു ക്യാൻ കളക്ട് ഡാറ്റ. അപ്പോൾ ഒരു സ്കൂളിനല്ല, പല സ്കൂളിലും ഇതേപോലെയാണോ എന്നുള്ളത് അറിഞ്ഞിട്ട് ശേഷമേ നമുക്കൊരു കൺക്ലൂഷനിൽ, ഒരു ജനറലൈസേഷനിൽ എത്താൻ സാധിക്കുള്ളൂ. യു ക്യാൻ ആസ്ക് ഫോർ ദെയർ ഓണസ്റ്റ് ഒപ്പീനിയൻ. സത്യസന്ധമായി അവർ ഉത്തരം പറയണം. പലപ്പോഴും ചില കുട്ടികൾ ശരിയായ രീതിയിൽ ഉത്തരം തന്നില്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻ ആവും. അപ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. യു ക്യാൻ കമ്പയർ ദ ആൻസർ ഓഫ് വൺ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ്റ് വിത്ത് അനദർ ഗ്രൂപ്പ് ഫ്രം അനദർ സ്കൂൾ. ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ മറ്റൊരു സ്കൂളിലും ഇതേപോലെ തന്നെ ഇവർ ഫേസ് ചെയ്യുന്നത് എന്ന് നോക്കണം. അതിനുശേഷം സെക്കൻഡ് മെത്തേഡ് ഒബ്സർവേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഫോർ ദിസ് യു മേ ഹാവ് ടു സ്പെൻഡ് ടൈം ഇൻ ഡിഫറെൻറ്റ് സ്കൂൾ. നമ്മൾ പല സ്കൂളുകളിൽ നമ്മൾ കുറേ
അവരുടെ ആക്ടിവിറ്റികൾ കാണുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാലയളവിൽ അവരോടൊപ്പം ആയിരിക്കാം. അത് ഒരു സ്കൂളിലല്ല, പല സ്കൂളിലെ ബോയ്സ് സ്കൂളിൽ, ഗേൾസ് സ്കൂളിൽ, അതുപോലെ കോ എഡ്യൂക്കേഷൻ സ്കൂളിൽ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് അവരോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. യു ഷുഡ് ഹാവ് ഒബ്സർവ് ഹൗ സ്റ്റുഡൻസ് ബിഹേവ് ഇൻ ദീസ് ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പം നമ്മൾക്ക് അവരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ തരുന്ന ഉത്തരം ആയിരിക്കില്ല നമ്മൾക്ക് കാണാൻ സാധിക്കുക. അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ. അതായത് ബോയ്സ് മാത്രമുള്ള സ്കൂളിൽ എങ്ങനെയാണ് കുട്ടികൾ പെരുമാറുന്നത്, ഇനി ഗേൾസ് മാത്രം സ്കൂളിൽ ഉള്ള സ്കൂളിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് പഠിക്കുന്ന സ്ഥലങ്ങളിലുള്ള പെരുമാറ്റം എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ബൈ മേക്കിംഗ് ക്ലോസ് ഒബ്സർവേഷൻ യു മേ ബി ഏബിൾ ടു ഗെറ്റ് ദ ആൻസർ ടു യുവർ റിസർച്ച് പ്രോബ്ലം. ചിലപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ചോദിച്ച് ഇൻ്റർവ്യൂ ചെയ്തതിനേക്കാൾ കോൺട്രറി ആയിരിക്കും, അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത്. ഇതിന് ശേഷം നമ്മൾക്ക് ഒരു ജനറലൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് എല്ലാ വിഭാഗം, അതായത് ഒരു വലിയൊരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമ്പിൾ എടുത്തിട്ട് സർവേ മെത്തേഡും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സർവേ ഈസ് എ റിസർച്ച് മെത്തേഡ് ദാറ്റ് കളക്ട് ഇൻഫോർമേഷൻ ഡയറക്റ്റ്ലി ഫ്രം ദ പീപ്പിൾ ബേസ്ഡ് ഓൺ എ ക്വസ്റ്റിനെയർ. അപ്പോൾ സർവേക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ക്വസ്റ്റിനെയർ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഒരു 500 കുട്ടികൾ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല, 500 കുട്ടികളെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പഠിക്കാൻ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഒരു 10ഓ 15ഓ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അധികം ക്വസ്റ്റ്യൻ ഉണ്ടാക്കരുത്, കാരണം കുട്ടികൾ ആൻസർ ചെയ്യാൻ മടിക്കും. അപ്പോൾ ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അവർ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസാണ്, അത് പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സിൽ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് അത് നമുക്ക് അവരവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ബോയ്സ് സ്കൂളാണോ ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല. ഒരു ഗ്രൂപ്പ് പിള്ളേരോട് ചോദിക്കുമ്പോൾ ഒരു കുട്ടി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും ഇഷ്ടം 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 എന്ന് തന്നെ പറയുന്ന ഒരു സോഷ്യൽ ബിഹേവിയർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാറി ക്വസ്റ്റിനെയർ മെത്തേഡ് ഉപയോഗിച്ചാൽ സത്യസന്ധമായ ഉത്തരം നമ്മൾക്ക് ലഭിക്കും. ഇതിനൊരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ ചെയ്യണം. ക്വസ്റ്റിനെയർ എന്താണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ക്വസ്റ്റിനെയർ എന്താണെന്ന് ചോദ്യം വരും, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരും. എ ക്വസ്റ്റിനെയർ ഈസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ ഐറ്റംസ് യൂസ് ടു ഗ്യാദർ ഡാറ്റ ഫ്രം റെസ്പോണ്ടൻറ്റ് അബൌട്ട് ദെയർ ആറ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസ് ആൻഡ് ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ ഒരു മനോഭാവം, അതുപോലെ തന്നെ അവരുടെ അനുഭവം, അഭിപ്രായം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ നമ്മൾ കുറേ ചോദ്യങ്ങൾ ഇട്ടിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ചോദ്യാവലി. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ക്വസ്റ്റിനെയർ ദെയർ ആർ 2 ways ഓഫ് ഗെറ്റിംഗ് ആൻസർ. ചോദ്യാവലി തയ്യാറാക്കിയതിന് ശേഷം ഉത്തരം ലഭിക്കുന്നതിന് 2 വഴികളുണ്ട്. ഒന്ന്, നമ്മൾക്ക് തന്നെ വായിച്ചു കൊടുക്കാം ക്വസ്റ്റ്യൻ, എന്നിട്ട് അവർ പറയുന്ന ആൻസർ അനുസരിച്ചിട്ട് നമുക്ക് തന്നെ ആ ക്വസ്റ്റിനെയർ ഫില്ല് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ സർവേയിലാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അതിനപ്പോൾ ഈ ക്വസ്റ്റിനെയർ നമ്മൾ തന്നെ ഫില്ല് ചെയ്യുന്നതിന്, ഇൻവെസ്റ്റിഗേറ്റർ തന്നെ ഫില്ല് ചെയ്യുന്നതിനെയാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് അവർ തന്നെ ഫില്ല് ചെയ്ത് ഒരു ബോക്സിലിടുകയാണെങ്കിൽ അതിനെ ക്വസ്റ്റിനെയർ മെത്തേഡെന്നും, ഇൻവെസ്റ്റിഗേറ്റർ ഗവേഷകൻ അവരോട് ചോദ്യം ചോദിച്ചിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്നും വിളിക്കുന്നു. 1 ഈസ് റീഡിങ് ദ ക്വസ്റ്റ്യൻ ടു ദ റെസ്പോണ്ടൻറ്റ് ആൻഡ് ഗെറ്റിംഗ് ഇമ്മീഡിയറ്റ് ആൻസർ. രണ്ടാമത്തെ ടൈപ്പ് എന്താണ്? അതർ ഈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കോപ്പീസ് ഓഫ് ക്വസ്റ്റിനെയർ ആൻഡ് കളക്ടിങ് ദം വിത്ത് ആൻസർ. അപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻഷ്യലായിരിക്കും അത്, കാരണം കുട്ടികൾ എന്താ എഴുതുന്നതെന്ന് ആരും അറിയുന്നില്ല, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടയും കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം തന്നെ അവരെഴുതും. ദസ് വി ക്യാൻ യൂസ് ദിസ് മൾട്ടിപ്പിൾ മെത്തേഡ് ടു കളക്ട് ആക്യുറേറ്റ് ഡാറ്റ. അപ്പോൾ മൾട്ടിപ്പിൾ മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചത് ഇൻ്റർവ്യൂ മെത്തേഡും സർവേ മെത്തേഡും അതുപോലെ ഒബ്സർവേഷൻ മെത്തേഡും, അങ്ങനെ രീതിയിലൂടെ കൃത്യമായ വിവരങ്ങൾ
ലഭിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ട്രയാങ്കുലേഷൻ ഈ 3 രീതി ഉപയോഗിക്കുന്നതുകൊണ്ട് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ട്രയാങ്കുലേഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കുലേഷൻ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് മൾട്ടിപ്പിൾ മെത്തേഡ് ഓർ ഡാറ്റ സോഴ്സസ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. എപ്പോഴും നമ്മളിത് അഭിപ്രായങ്ങളൊക്കെ അറിയാനാണ് കേട്ടോ. നമ്മളെപ്പോഴും ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അഭിപ്രായം, ഇതൊക്കെ അറിയാനാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ട്രയാങ്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനോമിന. അതായത് ഗുണപരമായ ഗവേഷണം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, നമ്മളുടെ അനുഭവങ്ങൾ, ഇതൊക്കെ എഴുതാനായിട്ട് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം, ഈ ചാപ്റ്ററിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ വളരെ ലെങ്തി ആയി പോവും. അപ്പോൾ ഇന്ന് തന്നെ ഇത് പഠിച്ച് വെക്കുക. സെക്കൻഡ് ടേം എക്സാമിന് മുമ്പ് നമുക്ക് റിവിഷൻ തീർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങൾ പഠിച്ച് എടുക്കുക. ഒരു അരമണിക്കൂർ മതി നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിക്കുക. നമുക്ക് സെക്കൻഡ് ടേം എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.